نبينا محمد صلى الله عليه وسلم وإلى حضرات جميع أصحابه وإترته وإلى حضرات جميع أولياء الله تعالى خاصة إلى حضرة باني كليتنا وإلى حضرة ناصريها ومتعلميها ومعلميها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق ما تلونا من القرآن العظيم أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وفي أمرنا هذا من كل محنة وفتنة وبؤس وشدة ومشقة ومرض وضير. اللهم بارك لنا في جميع أمورنا سيما في أمرنا هذا يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. الحمد لله رب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ സ്നേഹാദരവുകൾ നിറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യദർശി കൂടിയായ വന്യരായ സമദ് ഉസ്താദ് അവർകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹകാരി കൂടിയായ ബാവ അവർകൾ, അൽബിർ സബ് കമ്മിറ്റി വൈസ് ചെയർമാൻ അസ്ലഹി അലി ഹുദവി, അതുപോലെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കളെ, അധ്യാപികമാരെ, ഈയൊരു സായാഹ്നത്തിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പ്രീ പ്രൈമറി ലെവൽ പൂർത്തീകരിക്കുന്ന IPS 2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോൺവക്കേഷൻ സെറമണിയിലാണ്. അൽബിറിനെ കുറിച്ച്, അൽബിർ എന്ന സംവിധാനത്തെക്കുറിച്ച് കൂടുതലായൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അൽബിർ സംവിധാനത്തിൻ്റെ 10ാം വാർഷികമാണ് ഈ വർഷം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ 200-ലധികം പേജുള്ള സുവനീർ നിങ്ങളുടെ എല്ലാം വീടുകളിലേക്ക് നമ്മൾ കൊടുത്തയച്ചിരുന്നു. എന്താണ് അൽബിർ എന്നും അൽബിർ സംവിധാനത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നും അൽബിർ സംവിധാനം
മാറ്റിയിട്ടുള്ള പുരോഗതികളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സോവനീർ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാകും. അത് രക്ഷിതാക്കളായ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായിട്ട് വായിക്കുക തന്നെ വേണം. കാരണം ചില സമയങ്ങളിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ചില വാക്കുകൾ, ഉസ്താദേ മറ്റു സ്കൂളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇല്ലല്ലോ, അവിടെ അങ്ങനെ ഇല്ലല്ലോ, ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ എന്നീ വാക്കുകളാണ്. ആ വാക്കുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തിൽ നിന്ന് വരാനുള്ള കാരണം അൽബിറിൻ്റെ വിഷൻ ആൻഡ് മിഷൻ, ഏത് സംവിധാനമാണെങ്കിലും അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യമില്ലാതെ ഒരു സംവിധാനങ്ങളും ഉണ്ടാകില്ല. അൽബിറിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആ രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ IPS 1 കാറ്റഗറിയിൽ നമ്മൾ ഖുർആന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്, ഹദീസുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്, മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളുടെയും ദിക്റുകൾ, ദുആകൾ, അതിനൊക്കെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കാവശ്യമായ, ഈ നൂതന കാലത്ത് കുട്ടികൾക്കാവശ്യമായ ഇംഗ്ലീഷ്, അറബിക്, മലയാളം ഭാഷകൾ പഠിക്കുന്നതോടുകൂടെ തന്നെ പൊതുവിജ്ഞാനവും നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. IPS 2 വിഭാഗത്തിന് അൽബിർ ഫെസ്റ്റിൽ ഒരു പ്രത്യേകം മത്സരമുണ്ട്. അതിൻ്റെ പേര് ഹിഫ്ള് കോംപ്രഹെൻഷൻ എന്നാണ്. നമ്മളതിവിടെ നടത്താൻ വേണ്ടി തയ്യാർ ചെയ്തിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ലഭ്യത മൂലം മാത്രമാണ് ആ പരിപാടി ഒഴിവാക്കിയത്. ആ ഹിഫ്ള് കോംപ്രഹെൻഷൻ കണ്ട ഫെസ്റ്റിന് വന്ന രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ടാകും. ആ ഹിഫ്ള് കോംപ്രഹെൻഷനിൽ ഒരുപക്ഷെ നമുക്കറിയാത്ത പലതും നമ്മുടെ കുട്ടികൾ ഉത്തരം പറയും. നമുക്ക് ആരെ കണ്ടാലും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ആരെ കണ്ടാലും നമുക്ക് കരുണാകരനായിരിക്കും. പക്ഷേ ഈ ഹിഫ്ള് കോംപ്രഹെൻഷനിൽ കുട്ടിക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് വൂ ഈസ് ദി ലീഡർ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ മറുപടി പറയും, ഇത് കരുണാകരനാകുന്നു, ഇത് ഉമ്മൻചാണ്ടിയാകുന്നു. ചിലപ്പോൾ സമസ്തയുടെ പ്രസിഡന്റിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും, സെക്രട്ടറിമാരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും, പാണക്കാട്ട് തങ്ങന്മാരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. കേരളത്തിൽ പബ്ലിക് ഫിഗറിൽ ഏറ്റവും അറിയപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഫോട്ടോകളൊക്കെ കാണിച്ചു കൊടുത്താലും നമ്മുടെ മക്കൾ വളരെ കൃത്യമായിട്ട് പറയും, ഇത് ഈ വ്യക്തിയാകുന്നു. അവരിതിന് പ്രാപ്തമാക്കിയത് അൽബിർ എന്ന സംവിധാനമാണ്. അപ്പോൾ ചില രക്ഷിതാക്കൾ വന്ന് ചോദിക്കാറുണ്ട്, IPS 1 ഒരു വർഷം കൊണ്ടും നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് അലം തറ കൈഫ മാത്രമാണോ? അലം തറ കൈഫ മുതൽ സൂറത്തുൻ നാസ് വരെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നുണ്ട്, ആമന റസൂൽ പഠിക്കുന്നുണ്ട്, ആയത്തുൽ കുർസി പഠിക്കുന്നുണ്ട്. അത് സൂറത്തുകൾ മാത്രം. അതോടൊപ്പം IPS 1 തന്നെ 20-ലധികം ദുആകളും ദിക്റുകളും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അൽബിർ സംവിധാനത്തിൽ പ്രീ പ്രൈമറി മേഖലയിൽ 6 വിഷയങ്ങളാണുള്ളത്. ഖുർആൻ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ സൂറത്തുകൾ പഠിപ്പിക്കാൻ, അതിലെ ആയത്തുകൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാൻ ഉഹിബ്ബുൽ ഇസ്ലാം എന്ന വിഷയവും, അറബി ഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകി ഒരു ഫോട്ടോ കണ്ടാൽ, ഒരു സൂറത്ത് കണ്ടാൽ ഇതാകുന്നു, ഇത് തിൽഫാസ് ആകുന്നു, അല്ലെങ്കിൽ ഇത് ഉമ്മയാകുന്നു, ഇത് മസ്ജിദാകുന്നു എന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ സിഹ്റുൽ ബയാൻ എന്ന വിഷയത്തിൽ അറബിക് ഭാഷയ്ക്ക് വേണ്ടി 2ാമത്തെ വിഷയമുണ്ട്. 3ാമത്തെ വിഷയം മലയാളമുണ്ട്. നമ്മുടെ മാതൃഭാഷ കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ മാർക്ക് കിട്ടാറുള്ളതും ഈ മലയാളം വിഷയത്തിലാണ്. അതുപോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ റിപ്പിൾസ് എന്ന പേരിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. പൊതുവിജ്ഞാനത്തിന് നമ്മൾ EVS നൽകുന്നുണ്ട്. അതുപോലെ സയൻസ്, സോഷ്യൽ തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ സയൻസ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ മക്കൾ ഈ 6 വിഷയങ്ങളും 6 ലോകങ്ങളാണ്. ഈ 6 ലോകങ്ങൾ പഠിച്ച് 2 വർഷം പഠിച്ച മക്കളാണ് ഈ IPS 2 നിന്നും APS വിഭാഗത്തിലേക്ക് കടക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള 28 കുട്ടികൾ. ഈ 28 കുട്ടികൾക്കും നമ്മൾ ഈ പറയപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഏറെക്കുറെ അവസാന ജുസ്ഇലുള്ള എല്ലാ സൂറത്തുകളും നമ്മുടെ മക്കൾ പഠിച്ചിട്ടുണ്ടാകും. വലിയ വലിയ സൂറത്തുകൾ ചിലപ്പോൾ അടുത്ത വർഷം അവർ പഠിക്കും. അതുപോലെ 2 വർഷവും കൂട്ടിയാൽ 30-40-ലധികം ദുആകളും ദിക്റുകളും നമ്മളെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന, പ്രശ്നമുണ്ടാക്കുന്ന ചില ദിക്റുകൾ
നമ്മുടെ കുട്ടികൾ വളരെ സിമ്പിളായി അത് പറയും. ചോദിച്ചു നോക്കൂ, അല്ലാഹുമ്മഹ്ദിനി എന്ന് തുടങ്ങിക്കൊടുത്താൽ നമ്മുടെ കുട്ടികൾ കുനൂത്ത് വാക്കിയോതും. അവർക്ക് ബാങ്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും. വുളൂഇന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്കറിയും. മുസ്ലിമിൻ്റെ പ്രാഥമികമായ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം ഇവർക്ക് ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായ ബോധ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. അൽബിറിൻ്റെ ലക്ഷ്യം എന്നത് കേവലം ഖുർആൻ പഠനമല്ല, ഖുർആൻ പഠനം മാത്രമല്ല. പലപ്പോഴും അഡ്മിഷൻ വരുമ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ പറയാറുണ്ട്. അൽബിർ എന്നത് ഖുർആൻ, ഹദീസ്, ദിക്റുകൾ, ദുആകൾ ഇതെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതോടുകൂടെ അവർക്ക് മറ്റു 5 വിഷയങ്ങൾ അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അറബിക് ഭാഷയുണ്ട്, ഇംഗ്ലീഷ് ഭാഷയുണ്ട്, മലയാളമുണ്ട്, പൊതുവിജ്ഞാനമുണ്ട് തുടങ്ങി ഈ മേഖലകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതുപോലെ അൽബിർ നൽകുന്നത് കേവലം അറിവല്ല അൽബിർ നൽകുന്നത് നേരറിവാണ്. അൽബിറിന്റെ ടാഗ് ലൈൻ തന്നെ അങ്ങനെയാണ്, നേരറിവിന്റെ സ്നേഹസ്പർശം എന്നാണ് അൽബിറിന്റെ ടാഗ് ലൈൻ. ആ ടാഗ് ലൈനിൽ പരാമർശിക്കപ്പെട്ടതുപോലെ അൽബിർ നൽകുന്നത് നേരറിവ് തന്നെയാണ്. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെയർപേഴ്സൺ വന്നപ്പോൾ ചെയർപേഴ്സൺ ഇവിടെ ഒരു അനുഭവം പങ്കുവെച്ചു. നിങ്ങളെല്ലാവരും കേട്ടതാണ്. ചെയർപേഴ്സൺ ആണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ പുറത്ത് നിന്ന് നമ്മുടെ ഒരു കുട്ടി ചെയർപേഴ്സൺ കയറി വരുന്നത് കണ്ടപ്പോൾ സലാം പറഞ്ഞു എന്നാണ്, അസ്സലാമു അലൈക്കും എന്ന് ചെയർപേഴ്സണോട് പറഞ്ഞു എന്ന് ഇന്നിവിടെ ഉദ്ഘാടന സെഷനിൽ ചെയർപേഴ്സൺ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഇതാണ് നേരറിവ്. കേവലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതാണ് സലാമിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പഠിച്ചത് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുക കൂടി നമ്മുടെ മക്കൾ ചെയ്യും. പലപ്പോഴും ഞാൻ ഓഫീസിലുണ്ടാകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ മക്കൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്റുകൾ ചൊല്ലാറുണ്ട്, ഇറങ്ങുമ്പോഴും അവർ ചൊല്ലുന്നുണ്ട്. അങ്ങനെ പ്രാവർത്തികമാക്കി നേരറിവ് പഠിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ. ഒരു പക്ഷേ അവർ പഠിച്ചതിന് വിപരീതമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടാലും അവർ പറയും, എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തില്ല, എൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തില്ല. അതവരുടെ നേരറിവിൻ്റെ റിസൾട്ടാണ്. അൽബിർ മുന്നോട്ട് വെക്കുന്നത് ഈ നേരറിവ് തന്നെയാണ്. നേരറിവ് മാത്രമല്ല, നേരറിവിൻ്റെയോടൊപ്പം ഒരു നേരറിവിൻ്റെ സ്നേഹസ്പർശം. ഈ നേരറിവിലൂടെ കുട്ടി പഠിച്ചെടുത്ത് കുട്ടി കണ്ടെത്തും, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കണം, എൻ്റെ ഉപ്പയെ സ്നേഹിക്കണം, എൻ്റെ വല്യുപ്പയെ വല്യുമ്മമാരെ സ്നേഹിക്കണം, എൻ്റെ സ്ഥാപനത്തെ സ്നേഹിക്കണം, എൻ്റെ ഗുരുനാഥന്മാരെ സ്നേഹിക്കണം, എൻ്റെ ജ്യേഷ്ഠന്മാരെ സ്നേഹിക്കണം, എൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കണം. ഇതെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് അൽബിർ കൊടുക്കുന്ന ഈ നേരറിവിൽ നിന്നാണ്. ഈ അറിവ് എന്നത് വലിയൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു അറിവ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 2024-25 അക്കാദമിക വർഷത്തിൽ ഈ IPS 2 നിന്നും APS വിഭാഗത്തിലേക്ക് കടക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഈ 2 വർഷക്കാലം അവർ പഠിച്ചു, അവർ ഒരുപാട് പരീക്ഷകൾ എഴുതി, അതിൽ വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളുണ്ട്. പഠിച്ച് അവരുടെ ഏറ്റവും പ്രയാസമായ വഴികൾ കണ്ടെത്തി പഠനം പുരോഗതിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോഴും ഒരുപാട് പഠന പുരോഗതികളുമായി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റുകളിലും അതുപോലെ ടാലന്റ് ടെസ്റ്റുകളിലും ഇസ്തിഖാമ മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് വലിയ വലിയ ഡിവിഷനുകളുള്ള സ്കൂളുകളോടാണ്. പക്ഷേ അൽഹംദുലില്ലാ നമ്മുടെ മക്കൾ വളരെ കൃത്യമായി അതിൽ പങ്കെടുത്തുകൊണ്ട് മോശമല്ലാത്ത പ്രകടനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ മക്കൾ ഇവിടേക്ക് തിരിച്ചെത്തുന്നത്. അത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ മക്കൾ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സ്വപ്നങ്ങൾ അവരെ കൊണ്ട് നമ്മൾ കാണിക്കണം. അവരെ ഒരിക്കലും ഇതവനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പാരൻസ് മീറ്റിൽ സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം. കുട്ടികൾക്ക് ഒന്നും സാധ്യമാകില്ല എന്ന ബോധം നമുക്കുണ്ടാവരുത്. അതിലൊരു അനുഭവവും നമുക്ക് ഈ കഴിഞ്ഞ റമദാൻ മാസം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ IPS 2 പെട്ട 5 കുട്ടികൾ റമദാൻ മാസം നോമ്പ് നോറ്റിരുന്നു. ഒരു നോമ്പ് ഈ 5 മക്കൾ 5 വയസ്സുള്ള 6 വയസ്സുള്ള മക്കൾ റമദാൻ മാസം നോമ്പ് നോറ്റിരുന്നു. 5 കുട്ടികൾ. അവരെ കൊണ്ട് അവരുടെ രക്ഷിതാക്കൾ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ
അങ്ങനെ കഴിയുന്ന രൂപത്തിലെല്ലാം അവർക്ക് താങ്ങും തണലുമായി, അവർക്കെല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട്, അവർക്കെല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ട് അവരുടെ മുന്നിലുള്ള പ്രയാണത്തിന് നമ്മളെല്ലാവരും കാരണമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിക്ക് സ്വാഗതമോതുക എന്നതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം. ഈ വേദിയുടെ അധ്യക്ഷൻ വന്യരായ ഉസ്താദ് അവർകൾ ഉസ്താദിനെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിക്ക് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നത് പാണക്കാട്ടെ അബ്ബാസ് അലി തങ്ങളുടെ മകൻ കൂടിയായ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തങ്ങൾ ഇവിടെ എത്തിച്ചേരും. തങ്ങളുടെ അഭാവത്തിൽ തങ്ങൾക്ക് സ്വാഗതമോതുകയാണ്. അതുപോലെ ഇവിടെ കോൺവെക്കേഷൻ നടക്കാറുണ്ട്, ചില പ്രൈസുകളുടെ വിതരണം നടക്കാറുണ്ട്. ഈ വേദിയിൽ ഉപവിഷ്ടരായ എല്ലാവരെയും, രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അധ്യാപികമാരെയും മറ്റു എല്ലാ സഹകാരികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.